പിണറായി വിജയൻ, ശ്രീമതി വീണ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇരിക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട്, ഈ സമരത്തെ ആക്ഷേപിക്കുന്ന CITUവിന്റെ നേതാക്കന്മാരോട്, MLA മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുലം പോലും മുടിഞ്ഞു പോകും. ആ രീതിയിൽ ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമതി വീണ ജോർജ്, വന്ന് കാണൂ. ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ അംഗനവാടി അമ്മമാരും ആശാവർക്കർ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ്. ഈ എരിയുന്ന വെയിലിൽ, ഈ പൊരിയുന്ന ചൂടിൽ, ഈ ചുട്ടുകൊള്ളുന്ന റോഡിൽ, ഈ റോഡിൽ ഒരു ബ്രെഡിന്റെ കഷ്ടം കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജവം AC കാറിൽ കറങ്ങി നടക്കുന്ന ശ്രീമതി വീണ ജോർജിന് എത്ര ജന്മമെടുത്താലും കിട്ടില്ല. അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ല ഈ സമരം. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ PC വിഷ്ണുനാഥ് പറഞ്ഞത്, മനുഷ്യനാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. കുറെ പിണറായിയെ തെറി പറഞ്ഞു എന്നല്ലാതെ അവിടെ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്? ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് ഇനിയും ബോധ്യമാകാത്ത ആളുകളുണ്ടോ? പിണറായിയെ തെറി വിളിക്കുക, ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കുക എന്നത് തന്നെയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം. അതിവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ ചർച്ചകളിലും നിയമസഭയിലും ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ, മണ്ടത്തരം പറയുമ്പോൾ അതിന് കണക്ക് തീർത്ത് അപ്പോൾ തന്നെ മറുപടി കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ തെരുവിലിറങ്ങി പിണറായിയെ തെറി വിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. എന്ത് യോഗ്യതയുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുപോലെ പറയാൻ? ചെങ്ങായിയൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഈ കാലം വരെയുള്ള പൊതുപ്രവർത്തന മേഖലകളിലെ ഇടപെടലുകൾ ഈ നാടിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിക്ക് തുടർഭരണം ലഭിക്കുന്നു. അതും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരുന്നു, വീണ്ടും മുഖ്യമന്ത്രിയായി മാറുന്നു. പിണറായി വിജയനല്ലാതെ മറ്റാര്? ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി. ഇവിടെ വലതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത്, UDF ഭരിച്ചിരുന്ന സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ. ദേശീയപാതയുടെ വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, K-ഫോൺ, കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. എന്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുക്കാൻ ബാക്കി വെച്ചിരുന്ന പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക അടക്കം കൊടുത്തത് പിണറായി വിജയന്റെ കാലത്താണ്. 600 ഉണ്ടായിരുന്നത് 1000 ആക്കിയതും ഇപ്പൊ 1600 കൊടുക്കുന്നതും ഈ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. വ്യവസായ മേഖലയിലെ വിപ്ലവം, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലെ വലിയ മുന്നേറ്റം, ഇതൊക്കെ ഈ നാട് കാണുന്നുണ്ടോ? എന്നിട്ട് പിണറായി വിജയനെ പച്ചത്തെറി വിളിക്കുകയാണ്. മനുഷ്യനാകണമെന്ന് പിണറായിയെ മനുഷ്യനാകാൻ പഠിപ്പിക്കുകയാണ്. തലശ്ശേരി കലാപ കാലഘട്ടത്തിൽ പിണറായി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നാടിനറിയില്ലേ? നോക്കൂ, നിങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണകൂടം അദ്ദേഹത്തെ ഏത് രീതിയിലാണ് മർദ്ദനത്തിനിരയാക്കിയത് ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ ഭാഗമായി. അപ്പൊ ഒട്ടനേറെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി കടന്നു വന്നൊരു നേതാവിനെ കുറിച്ച് ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ഒരു തകര, ഈ പാലക്കാട് 2025 പാലക്കാട് നിയമസഭയിൽ നിന്ന് SDPI-കാരുടെയും RSSകാരുടെയും വോട്ട് വാങ്ങി ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കാൻ നടക്കുന്നത്. ഇച്ചിരി ഉളുപ്പൊക്കെ വേണം ചങ്ങായി എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഈ ചങ്ങായി നടത്തിയോ ഈ സമരത്തിൽ വന്നിട്ട്? ആശമാരുടെ സമരത്തിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, ഞാൻ ഈ സമരത്തിൽ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചങ്ങായി പറഞ്ഞു. പിണറായിയെ കുറെ തെറി വിളിച്ചു എന്നല്ലാണ്ട്. നോക്കൂ, ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ ഇവർ ആലോചിക്കണ്ടേ? ഇപ്പൊ എന്നൊരു ചാനൽ റിപ്പോർട്ടർ ഒരു ആശയോടെന്തോ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടി വളരെ രസകരമായിട്ട് തോന്നി. ഈ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ പിരിച്ചുവിടുന്ന സംവിധാനം എന്തോ ഉണ്ടാക്കുന്നോ? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക തന്നെയാണ്. അങ്ങനെ പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് മറുപടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെന്റ് എത്രയാണ് ആശമാർക്ക് കൊടുക്കാൻ, ഓണറേറിയം കൊടുക്കാൻ വേണ്ടി തരുന്നത്? 600 രൂപയാണ്. ആലോചിച്ചു.
ഈ 600 രൂപ കേരളത്തിൽ ഉമ്മൻചാണ്ടി നാട് ഭരിച്ച കാലത്ത് എത്രയാ കൊടുത്തത്? 1000 രൂപയാണ്. ഇപ്പൊ കൊടുക്കുന്ന എത്രയാ? 7000 മുതൽ 13,200. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് ആശമാർക്ക്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. സർക്കാർ പറഞ്ഞല്ലോ. ഈ വസ്തുതകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആശമാർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരം കാണാമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും ഇങ്ങനെ പിണറായിയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തേ നരേന്ദ്രമോദിയോട്, കേന്ദ്ര ഗവൺമെന്റിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ഇവർ തയ്യാറാവാത്തത്? എന്തേ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ തയ്യാറാവാത്തത്? അപ്പൊ പിണറായിയെ ആലോചിച്ചു. ഇപ്പൊ പറഞ്ഞല്ലോ, എന്തോ കൊലം മുടിഞ്ഞു പോകും, ആകെ തകർന്നു പോകും, ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിണറായി അങ്ങ് ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. 2016 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്ന് അദ്ദേഹം ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒട്ടനവധി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നാട് അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്ത് ഏറ്റവും കരുത്തോടെ ഈ നാടിനെ നയിച്ച്, കോവിഡിന്റെ കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് നമുക്ക് ഓർമ്മയുണ്ട്, നിപ കാലഘട്ടത്തിലെ സർക്കാരിന്റെ ഇടപെടലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ പ്രതിസന്ധികളിൽ കരുത്തോടെ ഈ നാടിനെ നയിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിൽ കരുത്തു പകർന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഏതെല്ലാം രീതിയിലായിരുന്നു ഈ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്? ഒരു വാളയാറിലെ അമ്മയെ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ രാഹുൽ മാങ്കൂട്ടവും ഇവിടുത്തെ വലതുപക്ഷവും? ഈ പറഞ്ഞ SUCI ആളുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം ചേർന്നുകൊണ്ട് എന്തിന് പിണറായിക്കെതിരെ മത്സരിപ്പിക്കാൻ വരെ തയ്യാറായില്ലേ ഇവർ? എന്നിട്ട് എന്തായി? ചരിത്ര ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു വന്നില്ലേ? വീണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് അധികാരത്തിൽ വന്നില്ലേ? സ്വർണ്ണക്കടത്തിന്റെ കേസ് മറക്കാൻ പറ്റുമോ നമുക്ക്? എന്തൊക്കെ തെറി വിളിച്ചു നിങ്ങൾ, എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ വേട്ടയാടി നിങ്ങൾ. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ സമരവും എന്തിനു വേണ്ടിയാണ്, ഇത് ആരുടെ കൊട്ടേഷൻ പണിയാണ് എന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമരത്തിലേക്കുള്ള കടന്നുവരവോടെ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. എന്നാലും ഞാൻ ആലോചിച്ചത്, ഈ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ നിയമസഭയിലൊക്കെ വന്നിട്ട് മണ്ടത്തരം പറയുമ്പോൾ അതിനെ കണക്ക് തീർത്ത് അവിടുന്ന് തന്നെ മറുപടി കിട്ടുന്നോണ്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇച്ചങ്ങായി കാണിക്കുന്ന പണിയുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് നിന്നൊക്കെ നിലവാരം പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വന്തം സംഘടനയുടെ തലപ്പത്ത് എത്താൻ വേണ്ടി, പ്രസിഡന്റ് ആവാൻ വേണ്ടി വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി ഈ മാധ്യമങ്ങളുടെ കൊട്ടേഷൻ പണിയുടെ ഭാഗമായിട്ട് നേതാവായിട്ട് വന്ന് SDPIക്കാരുടെയും RSSകാരുടെയും വോട്ട് വാങ്ങി സഭയിലെത്തിയവനല്ലേ. വേറെ എന്ത് പറയാൻ? അത്രയ്ക്കേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.